ഹായ് ഹലോ കഥ ആൻഡ് ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ഇറ്റ്സ് ഓൾ അബൌട്ട് അപ്ഡേറ്റ്സ്, മൂവി അപ്ഡേറ്റ്സ്. അപ്പോൾ ഞാനിത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. ആൻഡ് എല്ലാവർക്കും സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കാം. ഞാൻ പണ്ടൊക്കെ ഒരു അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറൊക്കെ നോക്കുമായിരുന്നു. അടുത്ത മമ്മൂക്കയുടെ പടം ഏതാ, അടുത്ത ലാലേട്ടൻ്റെ പടം ഏതാ, അതേപോലെ നമുക്കിഷ്ടമുള്ള എന്താ പറയുക നടന്മാരെ സിനിമകൾ ഏതാ, സിനിമയെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ ന്യൂസ് പേപ്പറിൽ എസ്പെഷ്യലി ഓൺ സൺഡേസിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരു 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 ആം, ഒരു ഗ്ലിംസ് പോലെ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ തരുമായിരുന്നു. ആൻഡ് അതൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, എന്താണ് അപ്ഡേറ്റ്സ് എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ വലിയൊരാളായിട്ടൊന്നും പറയല്ല, ഡെഫിനറ്റ്ലി ഇന്നത്തെ ടൈമിൽ എല്ലാം സോഷ്യൽ മീഡിയയിൽ ആക്സസിബിൾ ആണ്. ഇപ്പോൾ ഒരു ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആയിരിക്കും അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇന്ന് കുറച്ചും കൂടെ ആൾക്കാർ സിനിമ കാണുന്നതും സിനിമ കാണുന്ന ഓഡിയൻസിന്റെ നമ്പേഴ്സും ഒക്കെ കൂടിയിട്ടുണ്ട്. സോ സിനിമ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഒരു ആഘോഷം തന്നെയാണ്, ഒരു സെലിബ്രേഷൻ ആണ്, എസ്പെഷ്യലി ഫോർ പീപ്പിൾ ഫ്രം കേരള. സൗത്ത് ഇന്ത്യ എന്ന് ഞാൻ ഒരു പെർട്ടിക്കുലർ ആയിട്ട് പറയും, കാരണം നമ്മളാണ് ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് എനിവേസ് നമുക്ക് അപ്ഡേറ്റിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലാലേട്ടന്റെ സിനിമേന്റെ അപ്ഡേറ്റ് ആണ് വൃഷഭ. അപ്പൊ വൃഷഭ സിനിമയുടെ എന്താ പറയാ റിലീസ് ഡേറ്റ് ഒക്ടോബർ 16 ഇനീഷ്യലി പ്ലാൻ ചെയ്തത്, പിന്നെ മാറി 6 മാറി. ഇപ്പൊ ദേ പറയുന്നുണ്ട് റിലീസ് ഡിസംബർ, 2025 ഡിസംബർ ക്രിസ്മസ് വെക്കേഷൻ പോലെ റിലീസ് വെക്കാനാണ് ഒരു പ്ലാൻ ചെയ്യണത്. എന്തായാലും പടം പെട്ടെന്ന് റിലീസ് ആവട്ടെ എന്നാണ് എനിക്ക്, കാരണം വഴി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മൂഡ് പോകും. അപ്പോൾ എന്തായാലും പടം ഇറങ്ങട്ടെ, ഉഷാറാവട്ടെ. അടുത്തൊരു വലിയൊരു അപ്ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ഗെയിമിന്റെ ഇപ്പൊ കാന്തയുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഐ ആം ഗെയിം ആക്ച്വലി റാപ്പപ്പ് ചെയ്യാൻ പോവാണ്. 20 days ഷൂട്ടും കൂടെ ഉള്ളൂ. അപ്പോ അത് ഏകദേശം കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്, കാരണം കാന്ത റിലീസ് 14th അപ്പൊ അതിന്റെ പരിപാടീസ് ആയിട്ട് ദുൽഖർ ഭയങ്കര ബിസിയാണ്, പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. വേറൊരു അപ്ഡേറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഗ്ലോബ് ട്രോട്ടർ എന്ന് പറഞ്ഞ സിനിമയിലെ രാജമൗലി, നമ്മുടെ മഹേഷ് ബാബു സിനിമയുടെ. ആൻഡ് ഹിസ് ക്യാരക്ടർ നെയിം ഈസ് കുംഭ. അപ്പൊ ക്യാരക്ടർ നെയിമും ക്യാരക്ടർ പോസ്റ്ററാണ് മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ്സ് ഹിസ് നെയിം ഇസ് കുംഭ, ഈസ് ഡൂയിങ് എ നെഗറ്റീവ് റോൾ. പിന്നെ ഉള്ളൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ജനനായകൻ, നമ്മുടെ വിജയുടെ. അത് ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്, കാരണം വിജയന്റെ അവസാന സിനിമ എന്ന് പറയപ്പെടുന്ന ഒരു സിനിമയാണ് ജനനായകൻ. അപ്പോൾ ജനനായകന്റെ ഫസ്റ്റ് സിംഗിൾ നാളെ നവംബർ 8 6:03 എന്ന് പറഞ്ഞാൽ വൈകിട്ട് 6:03 റിലീസ് ചെയ്യാൻ പോണത്. ആൻഡ് മ്യൂസിക് ഇസ് കമ്പോസ്ഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ അനിരുദ്ധ് രവിചന്ദ്രൻ. അപ്പോൾ അനിരുദ്ധിന്റെ പരിപാടി ആയതുകൊണ്ട് എനിക്ക് ഒരു വിശ്വാസമാണ്, കാരണം അനിരുദ്ധിന്റെ എല്ലാ പാട്ടുകളും എന്താ പറയാ റിലീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് കത്താറില്ല. ചില കാര്യങ്ങളൊക്കെ കേട്ടോ, എല്ലാം എന്നല്ല, ചില പാട്ടുകളൊക്കെ, പ്രത്യേകിച്ച് വിജയുടെ ഒക്കെ ലാസ്റ്റ് വന്നിട്ടില്ല. പക്ഷെ അത് റിപ്പീറ്റഡ് ആയി കേൾക്കുമ്പോൾ ഓക്കെ ഇതിലെന്തോ ഒരു ഫീൽ ഉണ്ട്, എന്നൊരു വൈബ് ഉണ്ട് എന്നുള്ളത് തോന്നും. ആൻഡ് വിജയുടെ ഒരു സിംഗിൾ ഇറങ്ങുന്ന സമയത്ത് അത് ആഘോഷമാക്കാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഉണ്ടാവാറ്. ആൻഡ് അത് തിയേറ്ററിലേക്ക് വരുമ്പോൾ ആ ആഘോഷത്തിന്റെ ഡബിൾ എഫക്റ്റ് ആയിരിക്കും തിയേറ്ററിൽ കിട്ടുക. അപ്പോൾ നാളത്തതും അതേപോലെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ആവും എന്നുള്ളത്. സോ ലെറ്റ് സീ, നമുക്ക് എന്താ നോക്കി കാണാം. പിന്നെ ഉള്ളത് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടൊരു സോണാണ്, ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഡി ക്യു. അപ്പോൾ ഡി ക്യു ഇന്ന് ഒരു പ്രൊമോഷൻ ഇവന്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലുലുവില്. ആൻഡ് ഇറ്റ് വാസ് ഓൾ അബൌട്ട് കാന്ത. പക്ഷെ ആൾക്കാരുടെ ഒരു സന്തോഷത്തില് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ഐ ആം ഗെയിം. സോ ഐ ആം ഗെയിമിന്റെ ഒരു കുഞ്ഞ് അപ്ഡേറ്റ് ആണ്. ഐ ആം ഗെയിം റിലീസിനെ പറ്റി ഡി ക്യു തന്നെ പറഞ്ഞു, മോസ്റ്റ്ലി ഏപ്രിലായിരിക്കും റിലീസ്. സോ ദേ ആർ പ്ലാനിങ് ഫോർ എ സമ്മർ റിലീസ്. അപ്പോൾ സമ്മർ 2026 ഐ ആം ഗെയിം തിയേറ്ററിൽ എത്തും. ആൻഡ് ഐ ആം ഗെയിം ഭയങ്കരമായിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന സിനിമ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ മലയാളത്തിൽ ഒരു സിനിമ അഭിനയിച്ചിട്ട് കുറച്ച് കാലങ്ങളായി. ആൻഡ് മലയാളത്തിൽ ഒരു അടിപൊളി എന്താ പറയാ ബിഗ് ബഡ്ജറ്റ് കൊമേഴ്ഷ്യൽ മൂവി എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ആം ഗെയിം വരുന്നത്. ആൻഡ് സംവിധാനം ചെയ്തിട്ടുള്ള RDXന്റെ ഡയറക്ടറാണ്. സോ എഗെയിൻ അതിൽ പെപ്പെ വരുന്നുണ്ട്, കുറെ ആക്ടേഴ്സ് ഉണ്ട്. അതൊരു പവർ പാക്ഡ് പടമായിരിക്കും എന്ന് വിശ്വസിക്കണം. ആൻഡ് അതും ഇതേ പറഞ്ഞ പോലെ വേഗം റിലീസ് ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഇപ്പോൾ ആ സമയത്ത് ഇപ്പൊ 2026 കുറെ ബിഗ് ബഡ്ജറ്റ് പടങ്ങളുണ്ട് ആക്ച്വലി. ഖലീഫ ഓണത്തിന് റിലീസ് അവര് എന്താ ഒരു ഗ്ലിംസ് വിട്ടിട്ടുണ്ടായിരുന്നു, ഓണം റിലീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് സിനിമകളുണ്ട് 2026 വരാൻ വേണ്ടിയിട്ട്. ഞാനത് കാത്തിരിക്കുകയാണ്. ആൻഡ് വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മമ്മൂക്ക റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഇവന്റിൽ, ദുൽഖർ അറ്റൻഡ് ചെയ്ത ഇവന്റിൽ. അതിലൊരു കാര്യമായിരുന്നു മൂത്തോൻ ലോകയുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. ആൻഡ് ദുൽഖർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അത് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കഴിയട്ടെ നമുക്ക് വരുമ്പോൾ നോക്കാം, ദുൽഖറും എക്സൈറ്റഡ് ആണ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിന്റെ കാര്യത്തിലൊന്നും
ഒരു കൺക്ലൂഷൻ ഇതുവരെയായിട്ടൊന്നും ആയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ മേ ബി അതില് ടൊവിനോ, ദുൽഖർ ഒരു ഗ്ലിംസ് ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ പറഞ്ഞൊരു കാര്യമാണ് ഈ അതില് ടൊവിനോനെയും മൂത്തോനെയും ഐ മീൻ ആ ചാത്തനെയും മൂത്തോനെയും വേറെ ചാത്തന്മാരെ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി മൂത്തോന്റെ ഒരു പോർഷനെങ്കിലും ഇല്ലാണ്ടിരിക്കില്ലല്ലോ. അപ്പൊ അതിലുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അതും പറഞ്ഞ പോലെ നോക്കിക്കാണാം. പിന്നുള്ള അപ്ഡേറ്റ് ആണ് കളംകാവൽ. മമ്മൂക്ക ഒരു ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂ കാരണം ഒരുപാട് സമയം സിനിമയിൽ നിന്നും ഐ മീൻ സ്ക്രീനിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടായി. അപ്പൊ ആ സമയത്ത് റിലീസ് മാറ്റിവെച്ച ഒരു സിനിമയായിരുന്നു കളംകാവൽ. കാരണം അതിന്റെ ഡബ്ബിംഗ് വർക്ക്സ് ഒന്നും മര്യാദയ്ക്ക് തീർന്നിട്ടുണ്ടായില്ല. ആൻഡ് ഇപ്പൊ ഇതാ കളംകാവൽ മൂവി നവംബർ 20th റിലീസിനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോ ദുൽഖർ സൽമാന്റെ വേഫെയറിനെയാണ് ആ സിനിമയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോ ഡിക്യുടെ കാന്തയുടെ കൂടെ കേരളത്തില് എല്ലാ തിയേറ്ററിലും കളംകാവലിന്റെ ട്രെയിലർ ഉണ്ടാവും എന്നുള്ളൊരു സ്ട്രോങ് റൂമർ ഉണ്ട്. അത് ഡിക്യുനോട് ഇന്ന് ക്വസ്റ്റൻ ആയിട്ട് ഒരാൾ ചോദിക്കുകയും ചെയ്തു. ആൻഡ് ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ്ലി ട്രെയിലർ ഉണ്ടാവും. അത് തന്നെയാണ് എന്താ പറയാ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് അതിനെ കുറിച്ച് വരേണ്ടതാണ്. ഈ ഒരു അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും അതിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് കിട്ടും. ഐ മീൻ കാന്തയുടെ റിലീസിന് തൊട്ട് മുമ്പായിട്ട്. എന്തായാലും അത് കാണാം, നമുക്ക് നോക്കി കാണാം. കാരണം ടീസറിൽ നമുക്കിടെ ചെറിയൊരു പോർഷനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരുപാട് പെർഫോമൻസും കാര്യങ്ങളുള്ള പടമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ട്രെയിലറിനും ഞാൻ ഒരുപാട് വെയിറ്റിംഗ് ആണ്. മോർ ദാൻ ദാറ്റ് ഞാൻ ആ ട്രെയിലറിനെക്കാളും കൂടുതൽ സിനിമ കാണാനാണ് വെയിറ്റ് ചെയ്യണത്. നവംബർ ഒരു പവർ പാക്ഡ് ആണ്, കുറെ സിനിമകളും കാര്യങ്ങളും ഉണ്ട്. സോ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്, വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നത്. എനിവേസ് നമുക്ക് നോക്കിക്കാണാം. ഒരുപാട് സിനിമകൾ കാണാണ്ട് ആ സിനിമകളെ പറ്റി റിവ്യൂ നമ്മുടെ ചാനലിൽ പങ്കുവെക്കും. അതേപോലെ തന്നെ അപ്ഡേറ്റ്സ് വരുന്ന ദിവസങ്ങളൊക്കെ കുറെ അപ്ഡേറ്റ്സ് വരും എന്നുള്ളത് എക്സ്പെക്റ്റും ചെയ്യണമെന്നുണ്ട്. കുറെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ന്യൂസ് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ഗുഡ് നൈറ്റ്. ബൈ.